ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലിയും അർജുനും കൂടി പത്മനെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വരുവാ കേട്ടോ. അപ്പൊ അഞ്ജലി വണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമില്ലേ, അവിടേക്ക് വരുവാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും അർജുനും അഞ്ജലി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി അർജുൻ പറഞ്ഞു, ഹോ വല്ലാത്തൊരു സമാധാനം, മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം അല്ലേടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ജലി പറയണ്ട്, അങ്ങനെ ആശ്വസിക്കാനായിട്ട് ആയിട്ടില്ല രാജ്യം. ഇപ്പോഴും മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ പോലെ. എന്തിന് അല്ല, പത്മിനെ കൊലപ്പെടുത്താൻ ഇനി നാട്ടിൽ നിന്ന് എങ്ങനെ ആൾക്കാർ ഇവിടെ എങ്ങാനും എത്തുന്നു ഒരു ടെൻഷൻ പോലെ. അതെന്തിനടുത്താണ് ടെൻഷൻ ആവുന്നത്? അതിനല്ലേ നമ്മൾ SP ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റ് കംപ്ലൈന്റ് കൊടുത്തത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, താനിങ്ങനെ ടെൻഷൻ ആവാതെ എന്ന് പറയുമ്പോഴേക്കും അതല്ല രാജു, എനിക്കെന്തോ വല്ലാത്തൊരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ, രാവിലെ മുതൽ വല്ലാത്തൊരു ടെൻഷനൊക്കെ പോലെ. എൻ്റെ വലത് കണ്ണാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, അതിനിപ്പോ ഇതുമായിട്ട് എന്താ സാമ്യം? വലത് കണ്ണ് പിടച്ചു വെച്ചിട്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? അത് രാജുവിനെ അറിയാനിട്ടാ. ഈ പെണ്ണുങ്ങളുടെ വലത് കണ്ണ് പിടച്ചാലേ എന്തോ അശുഭമായിട്ട് സംഭവിക്കാൻ പോണെന്ന് അർത്ഥം. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, ഇത് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞതാ, എനിക്കിതിലൊക്കെ വല്ലാത്ത വിശ്വാസമാണ്. അപ്പൊ പെണ്ണുങ്ങളുടെ വലത് കണ്ണ് പിടച്ചാല് നല്ലതല്ല, അപ്പൊ ആണുങ്ങളുടെ ഏത് കണ്ണാണ് അവ പിടയ്ക്കേണ്ടത്? രാജു ഇങ്ങനെ കളിയാക്കല്ലേ കേട്ടോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോ ശരി ശരി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, താൻ നേരിട്ട് വീട്ടിലേക്കല്ലേ? അതെ. പിന്നെ വേറൊരു കാര്യം കൂടി. അപ്പോഴേക്കും നമ്മുടെ അർജുന്റെ ഫോണിലേക്ക് കോൾ വരട്ടെ. അമ്പാടി സാറാണല്ലോ വിളിക്കണത്. ഹലോ എടാ അമ്പാടി, ഇത് മറ്റേ ലൗഡ് സ്പീക്കർ. ഹലോ എടാ, നീ ഇത് എവിടെയാടാ? എത്ര പ്രാവശ്യം നിന്നെ ഞാൻ വിളിക്കുന്നത്? രാവിലെ വിളിച്ചപ്പോ മലയാളത്തിലായിരുന്നു പറയണ്ടായത്, കുറച്ച് വിളിച്ചപ്പോഴേക്കും തമിഴിലാണ് പറഞ്ഞത്. നീ ഏതാണ്ട് തമിഴ്നാട്ടിലേക്ക് പോയോ? ഞാൻ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി. തമിഴ്നാട്ടിലോ? അതെന്തിനാണ് നീ തമിഴ്നാട്ടിൽ പോയത്? അതോ ഒരാളെ കാണാനായിട്ട്. ആരെ? അത് വേറെ ആരുമല്ല, പത്മകുമാരിനെ. നീ കണ്ടു എന്നിട്ട് അവള്? കണ്ടടാ എന്ന് പറയുമ്പോഴേക്കും, ഹലോ അമ്പാടി സാറേ, പത്മനെ കണ്ടു കേട്ടോ. ഇതാരെ, അഞ്ജലിയാണോ? അതെ. അഞ്ജലി പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ അവൻ പറഞ്ഞാലേ എനിക്ക് വലിയ വിശ്വാസമൊന്നും പോരാ. എടാ കുരുത്തം കെട്ടാനെ, റോട്ടിലൂടെ തേരാപ്പാട് നടന്ന നിന്നെ ഞാൻ നെറ്റീഷ്യ കമ്പനിയില് CEO ആക്കിയില്ലേടാ എന്ന് പറയാണ്. എന്നിങ്ങനെ കളിയാക്കണ്ട്. അല്ല, പത്മനെ കണ്ട് ബാക്കി പറയടാ. അതൊക്കെ വന്നിട്ട് പറയാ. പത്മ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ ഒരു മദർമാര് നടത്തുന്ന, സിസ്റ്റർമാർ നടത്തുന്ന ഒരു മഠമുണ്ട്, അവിടെ പത്മ സേഫ് ആണ് എന്ന് പറയാണ്. സന്തോഷമായി. എടാ നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് വീട്ടിൽ നിന്ന് ബോറടിച്ചു, നീ ഒന്ന് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങടാ, ഞാൻ അങ്ങോട്ട് വരാടാ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ്. ശേഷം അഞ്ജലി പറഞ്ഞിട്ട്, അതെ രാജീവേ പറ. അതെ, എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, പത്മേനെ കണ്ടുപിടിച്ച് പിറ്റേ ദിവസം എന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കാന്ന്. എന്താ, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ ഇങ്ങനെയാ, നാളെ വരികയല്ലേ? അതെ അതെ. തന്റെ വണ്ടിയിൽ പെട്രോളൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, അതെന്നെ ഒന്ന് ആക്കിയതാണോ? ചോദിച്ചെന്നേ ഉള്ളൂ. പെട്രോളൊക്കെ ഉണ്ട്, എന്നാ ശരി. അപ്പോ നാളെ പറഞ്ഞ വാക്ക് പാലിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ അഞ്ജലി അവിടെ നിന്ന് പോകാണ്. അഞ്ജലി പോയി കഴിയുമ്പോഴേക്കും അർജുന് ഭയങ്കര ടെൻഷൻ ആവാട്ടെ. ഈശ്വര, നാളെ ഞാനിപ്പോ എന്താ പറയാ, ഒന്നും അറിയില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ അർജുൻ കേട്ടോ. പിന്നീട് കാണിക്കണത് രാഘവനുണ്ണി നമ്മുടെ തരകനെയാണ്. തരകനാണെങ്കിൽ രാഘവനുണ്ണിനെ കുറുപ്പിനെയൊക്കെ മാറി മാറി വിളിക്കാട്ടോ. അവസാനം ഹരിനെ വിളിക്കേണ്ട, ഹരി കോടതിയിലാണ്. അപ്പൊ ഹരി ഫോൺ എടുക്കണ്ട്. ഹലോ, തരകൻ സാറേ. എന്താ തരകൻ സാറേ? ഞാൻ 2 മിസ് കോള് കണ്ടിരുന്നു, ഞാൻ അർജന്റായിട്ടൊരു മീറ്റിംഗിലായിരുന്നു. എന്താ സാറാ ഇത്ര അത്യാവശ്യമായിട്ട് വിളിച്ചത്? അയ്യോ ഒന്നും പറയണ്ട, ഞാൻ രാഘവനുണ്ണി സാറിനെ, കുറുപ്പ് സാറിനെ ഒക്കെ വിളിച്ചു, അവരാരും ഫോൺ എടുക്കുന്നില്ല. താൻ കാര്യം പറ എന്ന് ഹരി പറയുമ്പോ, അതെ സാറേ, വേറെ ഒന്നുമല്ല, എനിക്കൊരു SP ഓഫീസിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയായിരുന്നു. റിപ്പോർട്ടോ? എന്ത് റിപ്പോർട്ട്? പത്മകുമാരി ജീവനോടെ ഉണ്ടെന്ന്. വാട്ട്? പത്മ ജീവനോടെ ഉണ്ടെന്നോ? അതെ, ജീവനോടെ ഉണ്ട്. അവൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം പോലും, അതിനെയാണ് SP ഓഫീസിൽ നിന്ന് വിളിച്ചത് എന്ന് പറയാണ്. ഇതൊന്നും പറയാനായിട്ട് ഞാൻ കുറുപ്പ് സാറിനെ, രാഘവനുണ്ണി സാറിനെ മാറി മാറി വിളിക്കുന്നു, അവർ 2 പേരും ഫോൺ എടുക്കുന്നില്ല. രാഘവനുണ്ണി സാറ് വീട്ടിലാണ്, ഞാൻ വിളിച്ചു നോക്കാം. ശരിയിടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. അതിന് മുമ്പ് ഇങ്ങനെ പറയണ്ട, അഞ്ജലി നിസ്സാരക്കാരിയല്ല, അവളുടെ ഫയർ ബ്ലാസ്റ്റ് ആണെന്നൊക്കെ തരകൻ പറയുമ്പോൾ നമുക്ക് എന്താച്ചാൽ നോക്കാന്നൊക്കെ പറഞ്ഞാണ് ഹരി ഫോൺ വെക്കുന്നത് കേട്ടോ. ശേഷം ഹരി നേരെ വിളിക്കുന്നത് രാഘവനുണ്ണിയാണ്. രാഘവനുണ്ണി അപ്പൊ ആ സമയത്ത് വീട്ടിലുണ്ടാവും കേട്ടോ. രാഘവനുണ്ണി, ഹലോ, എന്താടോ ഹരി വക്കീലെന്ന് ചോദിക്കുമ്പോ, സാർ തരകൻ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അയാൾ എന്നെയും വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. വല്ല നക്കാപ്പിച്ചക്ക് വേണ്ടിയിട്ടായിരിക്കും. തന്നെ എന്തിനാ വിളിച്ചത്? വല്ല നക്കാപ്പിച്ചക്കാണോ? എന്തിലുണ്ടെങ്കിൽ ഒതുക്കി തീർക്കണോ എന്ന് പറയുമ്പോ, സർ അതിനൊന്നല്ല വിളിച്ചത്, പിന്നെ അയാളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അതെന്ത് കാര്യമാണോ? അത് പത്മ ജീവനോട് ഉണ്ട് പോലും. ജീവനോട് ഉണ്ടെന്നോ? താൻ എന്തൊക്കെയോട് പറഞ്ഞത്? അതെ, അത് പറയാനാ. തരകൻ
നമ്മളെ മാറി മാറി വിളിച്ചത്. പത്മ ഏതൊരു തമിഴ്നാട്ടിലും സിസ്റ്റേഴ്സിനടുത്തൊരു മഠമുണ്ട്, അവിടെയാണ് നിൽക്കുന്നതെന്നും അവൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി SP ഓഫീസിൽ പോയെന്നും അങ്ങനെയൊക്കെയാ കേൾക്കണത്. അവൾക്ക് പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ട്. അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ വെറുതെ കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എന്ന് രാഘവനുണ്ണി പറയുമ്പോഴേക്കും, സാർ അഞ്ജലി നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ, അവളിനിപ്പോ കോടതിയിൽ വന്നിട്ട് കസർക്കോല സർ എന്ന് പറയാണ്. അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷേ കോടതിയിൽ അവൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ വിവരം ഒന്ന് കുറുപ്പിനെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രാഘവനുണ്ണി കുറുപ്പിനെ വിളിക്കാട്ടോ. കുറുപ്പ് ആ സമയത്ത് വീട്ടില് പ്രഷറിനെയും ഷുഗറിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ പോണ സമയത്താണ് നമ്മൾ രാഘവനുണ്ണി വിളിക്കണത്. രാഘവനുടെ കോള് കാണുമ്പോൾ തന്നെ കുറുപ്പ് മനസ്സിൽ പറഞ്ഞോ ഇനി എന്ത് കൊല്ലാപ്പിനാണ് അവ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കണം. ഹലോ എന്താടോ എന്ന് ചോദിക്കുമ്പോ, എടോ താനിപ്പോ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എടോ എന്നെ ആ SI തരകനിപ്പോ വിളിച്ചിരുന്നു, എന്താണാവോ? അതെ, ഒരു വലിയൊരു കാര്യമുണ്ടോ, ഒരു ആശങ്കപ്പെടേണ്ട കാര്യവും സമാധാനിക്കേണ്ട കാര്യമാണ്. അതെന്താടോ? അത് പത്മ ജീവനോടെ ഉണ്ട്. വാട്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടുവാട്ടോ. താനീ പറഞ്ഞ സത്യമാണോ? അതേന്നെ, SP ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയ വിവരമാണ്. പത്മ ജീവനോടെ ഉണ്ട്. തമിഴ്നാട്ടിലെ ഏതൊരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു മഠത്തിലുണ്ട് പോലും. അഞ്ജലി ആണെങ്കിൽ SP ഓഫീസിൽ പോയിട്ട് നേരിട്ട് അവൾക്ക് പ്രൊട്ടക്ഷൻ, അത് പോലീസ് പ്രൊട്ടക്ഷൻ വേണം പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുക. എടോ താനീ പറയണതൊക്കെ സത്യം തന്നെയാണോ? എന്നിട്ടാണ് താൻ പറയണത് ആശങ്കപ്പെടാനും സമാധാനപ്പെടാനും ഒരു കാര്യമുണ്ടെന്ന്. എടോ ആശങ്കപ്പെടാൻ ഈ കാര്യം, പക്ഷെ സമാധാനിക്കാനും ഒരു കാര്യമുണ്ട്. പത്മേനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് താനും തന്റെ മകനും കൂടിയാണല്ലോ. അപ്പൊ ആ കേസ് എങ്ങനെ അന്വേഷിക്കുന്നത് തന്റെയും തന്റെ മകന്റെ തലയിൽ വീടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? എടോ ഒരു കാര്യം ചെയ്താലോ, തമിഴ്നാട്ടിലെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അവരെ വിളിച്ചിട്ട് ആ പത്മേനെ അങ്ങോട്ട് തീർത്താലോ? ഓ നോ 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 നോ, താനും തന്റെ മോനും ഈ എടുത്തുചാട്ടമാണ് ആദ്യം ഒന്ന് അവസാനിപ്പിക്കേണ്ടത്. തന്റെ മോനോട് ഈ കാര്യം ഒന്ന് പറഞ്ഞേക്കല്ലേ കേട്ടോ, അവന് വലിയൊരു എടുത്തുചാട്ടക്കാരനാണ്, തനിക്കറിയാലോ. ഇപ്പൊ ഒന്നും ചെയ്യാൻ പോണ്ട, അവള് ജീവനോട് ഇരിക്കട്ടെടോ. നമുക്ക് കോടതിയിൽ ഒരു കളക്കാം. ആ അഞ്ജലി വക്കീലിനെ വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം. എടോ അതെങ്ങനെയാടോ? അഞ്ജലിക്ക് ഇപ്പൊ നല്ല സ്ട്രോങ് എവിഡൻസ് അല്ലേ കിട്ടിയേക്കണത്. എടോ അതൊക്കെ ശരിയാണ്, പക്ഷെ കോടതിയിൽ അതങ്ങനെ വളച്ചു തിരിച്ചിതാക്കാന്നുള്ളത് ഒരു വക്കീലിന്റെ ബുദ്ധി പോലും ഇരിക്കും. താൻ അടങ്ങിയിരിക്കും. ഇപ്പൊ പത്മേനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഘവനുണ്ണി ഫോൺ വെക്കാണ്. ആ സമയത്ത് സേതു വരുന്നുണ്ട്. എന്താ മനുഷ്യ, എന്താ കാര്യം? ഉണ്ടാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കുറിപ്പ് പെറുപിറുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് 2 മക്കളുണ്ടായി, തലതെറിച്ച മക്കള്, 2 പേരെ കൊണ്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് കുറിപ്പ് ഇങ്ങനെ പെറുപിറുത്തോണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ രാഘവനുണ്ണി വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ടെൻഷനായിട്ടൊക്കെ നിൽക്കണം. അവിടെയൊക്കെ ഹരി വരുന്നുണ്ട്. ഹരി വരുമ്പോഴേക്കും രാഘവനുണ്ണി പറയുന്നുണ്ട്, എടോ എന്താ ഇവിടെ കാര്യങ്ങൾ? ഒന്നും പറയണ്ട സർ, നമ്മുടെ എന്താണ് പത്മേനെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ അഞ്ജലി അപ്പൊ ഇവിടെ വരെത്തി കാര്യങ്ങളല്ലേ, ഞാൻ ആ തരകനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തരകനെ ഫോൺ വിളിക്കാണ്. എടോ തരക എന്താ ഇവിടെ കാര്യങ്ങൾ? സർ ഞാൻ SP ഓഫീസ് വരെ പോവാണ്, പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞല്ലോ പത്മക്ക്. തന്റെയൊക്കെ ഒരു വിധി, ഒരു അനാഥ പെണ്ണ്, ഒരു വീട്ടു വേലക്കാരത്തേക്ക് പ്രൊട്ടക്ഷൻ നിൽക്കേണ്ട അവസ്ഥയായാലോ തനിക്കൊക്കെ. സാർ എന്ത് ചെയ്യാനാ സാർ? പക്ഷെ ഇതൊരു ഗുണമുണ്ട് സാർ. ഗുണോ? എന്ത് ഗുണം? അല്ല പ്രൊട്ടക്ഷൻ നിൽക്കാൻ പോലുള്ള ഒരാള് നമ്മുടെ ആളാ സാർ, അവൾ എന്ത് വേണ്ടി നമുക്ക് ചെയ്യാം. വേണ്ട ഒന്നും ചെയ്യല്ലേ, അല്ലെങ്കിൽ തന്നെ തലവേദനയാ, അതിന്റെയൊക്കെ തലവേദന എന്നെ എടുത്തു വെക്കാൻ വേണ്ടി വയ്യ എന്ന് പറയാണ്. സാർ ഇതിന്റെ പേരിൽ കുറുപ്പ് സാറിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. സാർ കുറുപ്പ് സാറിനോട് സംസാരിച്ചത് എങ്ങനെയെങ്കിലൊക്കെ എന്നെ ഒന്ന് അതിൽ നിന്നും ഇതാക്കി തരണേ സാർ. കുറുപ്പ് സാറിന് വല്ലാതെ ദേഷ്യത്തിലാണ്. കുറുപ്പ് സാറിനോട് എന്റെ ദേഷ്യം ഒന്ന് മാറ്റി തരണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കുറുപ്പ് അപ്പത്തെ ദേഷ്യത്തിൽ തന്നോട് ദേഷ്യപ്പെട്ടതായിരിക്കും, താൻ ടെൻഷൻ ആവണ്ട, നമുക്ക് എന്താ ചെയ്യണം പറ്റുന്ന ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് രാഘവനുണ്ണി. എന്നിട്ട് ഹരിയെടുത്ത് പറയണ്ട, അവള് അഞ്ജലി വലിയ ഓവർ സ്മാർട്ട് കളിക്കാൻ വേണ്ടി നോക്കാണ്. അവള് കോടതിയിൽ വരട്ടെ, അവൾ എങ്ങനെ കോടതിയിൽ കൈകാര്യം ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ കോടതിയിൽ അവളുടെ കുപ്പായം ഉണ്ടല്ലോ, അതായത് അവളുടെ കോട്ട്, ആ കോട്ടിനെ കത്തിച്ചു കളയും, എന്നിട്ട് അവളുടെ അച്ഛൻ ശിവരാമന്റെ മുഖത്തേക്ക് വലിച്ചെറിയും എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്ന രാഘവനുണ്ണി കേട്ടോ. അതിനുശേഷം അഞ്ജലി വീട്ടിലേക്ക് വരുന്നുണ്ട്. അഞ്ജലി വരുന്നതും കാത്ത് നമ്മുടെ ഇന്ദിരയും ശ്യാമളയും ശിവരാമനും ആര്യയൊക്കെ കാത്തിരിക്കാട്ടോ. അഞ്ജലി വണ്ടി മുറ്റത്ത് വെച്ചതിന് ശേഷം അകത്തേക്ക് കയറാൻ പോകുമ്പോ നിക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് ശ്യാമള പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.